ഹായ് ഫ്രണ്ട്സ്. മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് യാത്രയായി. 10 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര. തുടർ ചികിത്സയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് പോയത് എന്നുള്ളതാണ് ഔപചാരികമായ വിശദീകരണം. തീർച്ചയായിട്ടും അധികാരത്തിലിരിക്കുമ്പോൾ അമേരിക്ക സന്ദർശിക്കാത്ത ഭരണാധികാരികളില്ല. അത് ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും BJP ആണെങ്കിലും ഒക്കെ സ്വാഭാവികമായ സംഭവം മാത്രമാണ്. പക്ഷേ ഇവിടെ ഉയരും ചോദ്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ 9 വർഷമായി ഈ ഗവൺമെന്റ് അവകാശപ്പെടുന്നത്, ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആരോഗ്യ മേഖലയെ ഞങ്ങൾ ലോകോത്തരമാക്കി എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖല ലോകോത്തര നിലവാരം പുലർത്തുന്നതാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി വിദേശത്ത് പോകുന്നത് ചികിത്സയ്ക്കായിട്ട്? ലോകോത്തര നിലവാരമുള്ള ആരോഗ്യ മേഖല ചികിത്സ ഈ മുഖ്യമന്ത്രിക്ക് ചെയ്തുകൂടെ? എന്താ ചെയ്യുന്നില്ല? അതൊരു ന്യായമായ ചോദ്യമല്ലേ? തീർച്ചയായിട്ടും ഇടതുപക്ഷ നേതാക്കന്മാരിന് ഉത്തരം പറയേണ്ടതാണ്. മുഖ്യമന്ത്രി മാത്രമല്ല, മന്ത്രിസഭയിലെ പല മന്ത്രിമാരും ചികിത്സ തേടുന്നത് പൊതുമേഖലയിലല്ല, സ്വകാര്യ മേഖലയിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വകാര്യ മേഖലയിൽ ചികിത്സ തേടുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ അവർ നടത്തുന്ന ചികിത്സയുടെ ചിലവ് സർക്കാരാണ് വഹിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അമേരിക്ക യാത്രയാണെങ്കിലും ആ ചികിത്സയാണെങ്കിലും മന്ത്രിമാരുടെ സ്വകാര്യ ആസ്പത്രി ചികിത്സയാണെങ്കിലും അതിൻ്റെ എല്ലാം ചിലവ് സർക്കാർ ഖജനാവിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന പൊതുജനങ്ങളുടെ പണമാണത്. എൻ്റെയും നിങ്ങളുടെയും പണം, ടാക്സ് പേയേഴ്സ് മണി. ഇവിടെ ഉയർന്ന മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. അദ്ദേഹത്തെ പോലെയുള്ള വലിയൊരു ഇടതുപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് ഈ കുത്തക ബൂർഷ്വാസി അമേരിക്കയിലേക്ക് പോകുന്നു? കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയല്ലേ? ക്യൂബയിലേക്ക് പോവാം, ചൈനയിലേക്ക് പോവാം, അതൊക്കെയല്ലേ ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് അദ്ദേഹം തങ്ങൾ നഖശികാന്തം എതിർക്കുന്ന, പതിറ്റാണ്ടുകളെ എതിർത്തുകൊണ്ടേയിരിക്കുന്ന അമേരിക്കയിലേക്ക് പോകുന്നു? അത് വർഗവഞ്ചനയല്ലേ? പക്ഷേ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആ ക്യൂബയിലേക്കോ ചൈനയിലേക്കോ ചികിത്സാർത്ഥം പോയതായി എനിക്കറിഞ്ഞുകൂടാ. ആദർശം പറയുമ്പോൾ ഇതൊക്കെ പറയാം, കാര്യത്തിലേക്ക് എടുക്കുമ്പോൾ കാര്യം മാറും. പണ്ടൊക്കെ സർക്കാർ സ്കൂളിലെ അധ്യാപകർ തങ്ങളുടെ മക്കളെ വിടുന്നത് സ്വകാര്യ സ്കൂളിൽ. ഇപ്പോഴും അതെ, നല്ല ശതമാനം. അതുമല്ലെങ്കിൽ ആയുർവേദ ഡോക്ടർമാർ രോഗികളോട് പറയും, ഒരു കാരണവശാലും അലോപ്പതി ചെയ്തേക്കരുത്, നിങ്ങളുടെ ശരീരത്തിന് അത് ദോഷമാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കും. പക്ഷെ അവർക്ക് സുഖം വന്നാലോ അവർ ഓടിപ്പോകുന്ന അലോപ്പതിയിലേക്കാണ്. ഇതിനെയാണോ ഒരുപക്ഷെ വൈരുദ്ധ്യാത്മ ഭൗതികവാദം എന്ന് വിളിക്കുന്നത്? എനിക്കറിഞ്ഞുകൂടാ. ഏതാണ്ട് ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിലെ ആരോഗ്യ മേഖല ആകെപ്പാടെ ചീഞ്ഞു നാറിയിരിക്കുകയാണ്. സംതിങ് ഈസ് റോട്ടൺ ഇൻ ഡെൻമാർക്ക്, ഷേക്സ്പിയർ പറയുന്നത് പോലെ. എന്ന് പറഞ്ഞാൽ എവിടെയോ എന്തോ ചീഞ്ഞു നാറുന്നു. ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലുകൾ ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമേ ആകുന്നുള്ളൂ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാത്രമല്ല, മറ്റ് എല്ലാ മെഡിക്കൽ കോളേജുകളിലെയും അവസ്ഥ ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ്. അതോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം, 2 ദിവസം മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ച അപകടം എന്നുള്ളതാണ്. ഒരു ജീവൻ പൊലിഞ്ഞു. അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഈ ഗവൺമെന്റ് ഒരിക്കലും ഒളിച്ചോടാനാവുകയില്ല. എല്ലാം കൂടി വായിക്കുമ്പോൾ പിണറായി ഗവൺമെന്റിന് ഇത് ദുരിതകാലം, കഷ്ടകാലം അല്ലെങ്കിൽ നാണക്കേടിന്റെ കാലമെന്ന് പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. താങ്ക് യു.